മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. LPG ക്ഷാമം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. LPG ക്ഷാമം മൂലം മുംബൈ, ബംഗളൂരു, ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ റെസ്റ്റോറന്റുകൾ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ ഹോട്ടലുകൾ നാളെ അടച്ചിടും എന്ന റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷവും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ നേരിട്ടുള്ള ആഘാതവും ഇപ്പോൾ ഇന്ത്യയുടെ അടുക്കളയിലേക്കും എത്തിയിരിക്കുന്നു. ഗ്യാസ് വിതരണത്തിലെ തടസ്സം കാരണം രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ വാണിജ്യ LPG സിലിണ്ടറുകൾ കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് തന്നെ കേന്ദ്രം ശക്തമായിട്ടുള്ള ഇടപെടൽ ഇതിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. LPG ക്ഷാമം സംബന്ധിച്ച അഭ്യൂഹങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കരിഞ്ചന്തയിൽ ഗ്യാസ് സിലിണ്ടർ 1500 രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന്റെ ആഘാതം ഇന്ത്യയിൽ വന്നതിനെ തുടർന്ന് മുംബൈയിൽ 20% ഹോട്ടലുകൾ അടച്ചുപൂട്ടി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചെന്നൈയിലും ആശങ്കകൾ വർദ്ധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ളത്, ഇപ്പോൾ ഇതാ കേന്ദ്രം ആ ഒരു പഴയ നിയമം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. 1955 നിയമമാണ് ഇപ്പോൾ കേന്ദ്രം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. മോഡി ഗവൺമെന്റ് ഇൻവോക്സ് ദ എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് 1955 ടു റെഗുലേറ്റ് ദ അവൈലബിലിറ്റി ആൻഡ് സപ്ലൈ ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ആ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൃത്യമായി രാജ്യത്ത് അവശ്യ വസ്തുക്കളുടെ ആ നിയമം നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. പ്രധാനമായിട്ടും അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവ തമ്മിലുള്ള യുദ്ധം ലോകമെമ്പാടും എണ്ണയുടെയും വാതകത്തിന്റെയും ക്ഷാമത്തിന് കാരണമായ സാഹചര്യത്തിൽ ഇന്ത്യയെ ബാധിച്ചു. ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള കാലയളവ് ഇന്ത്യ ഗവൺമെന്റ് 25 ദിവസമായി വർദ്ധിപ്പിച്ചു. അതിനുശേഷം രാജ്യത്തുടനീളം എസ്മ നിയമം നടപ്പിലാക്കി. ജനങ്ങൾക്ക് ഗാർഹിക വാതകം, പെട്രോൾ, ഡീസൽ എന്നിവയുടെ തുല്യ വിതരണം ഉറപ്പാക്കാൻ രാജ്യത്തുടനീളം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോൾ, പ്രകൃതിവാതകം എന്നിവയ്ക്കായി സർക്കാർ അവശ്യവസ്തു നിയമം നടപ്പിലാക്കി. ഈ നിയമം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവയുടെ വിതരണം തടയാൻ ആർക്കും കഴിയില്ല. എവിടേക്ക് എത്ര അയക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. എല്ലാ പ്രദേശങ്ങൾക്കും പൗരന്മാർക്കും ഇന്ധനം തുല്യമായി ലഭ്യമാക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ലാഭത്തിനു വേണ്ടി പെട്രോൾ, ഡീസൽ, എണ്ണ, ഗ്യാസ് എന്നിവ പൂഴ്ത്തിവെക്കുന്ന വ്യാപാരികൾക്കും ഏജൻസികൾക്കുമെതിരെ ഒരു കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. പ്രഥമ പരിഗണന ആഭ്യന്തര PNG ഗ്യാസ് വിതരണത്തിനാണ്. ഗതാഗതത്തിനുള്ള വാതകം CNG അതിന് രണ്ടാമത് പരിഗണിക്കും. LPG ഉൽപ്പാദനം മൂന്നാമത്. ഒന്നാം മുൻഗണന നൽകുന്നവർക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഉപഭോഗത്തിന്റെ 100 യൂണിറ്റ് നൽകുമെന്നുള്ളതാണ് റിപ്പോർട്ട്. രണ്ടാമത്തെ മുൻഗണന കേന്ദ്രത്തിന്റെ വളം നിർമ്മാണ പ്ലാന്റ്, അതായത് വളം നിർമ്മാണ യൂണിറ്റുകൾക്ക് വളം ഉൽപ്പാദനമില്ലാതെ മറ്റൊരു ആവശ്യത്തിനും ഈ വാതകം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിബന്ധനയോടുകൂടി ഇപ്പോൾ ഈ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ മുൻഗണന തേയില വ്യവസായത്തിനും മറ്റ് വ്യാവസായിക ഉപഭോക്താക്കൾക്കും അവരുടെ ശരാശരി ഉപഭോഗത്തിന്റെ 80% വരെ ദേശീയ ഗ്യാസ് ഗ്രിഡ് വഴി വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഗ്യാസ് വിതരണ കമ്പനികൾ ഉറപ്പാക്കേണ്ടതുണ്ട്. നാലാമത്തെ മുൻഗണന വ്യാവസായിക വാണിജ്യ ഉപഭോക്താക്കൾക്ക് കഴിഞ്ഞ 6 മാസത്തെ ഉപഭോഗത്തിന്റെ 80% നൽകുമെന്നുള്ളതാണ്. ONGC, ഗെയിൽ, റിലയൻസ് പോലുള്ള വലിയ യൂണിറ്റുകളിൽ ഭാഗികമായി വെട്ടിക്കുറയ്ക്കലുണ്ട്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റുകളുടെ ഗ്യാസ് ഉപയോഗം കുറയ്ക്കും. എണ്ണ ശുദ്ധീകരണശാലകളിലെ വാതക ഉപഭോഗത്തിൽ 65% കുറവ് വരുത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുനർവിൽപ്പനയ്ക്കും നിരോധനമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവശ്യവസ്തു നിയമം 1955 ശക്തമായി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.